ഇതൊക്കെയത് നമ്മളായിട്ട് കയറിയല്ലേ മോള് താഴെ രണ്ട് വേറെ സ്കോളോട്ടോ. രണ്ട് സ്കോളാ. വീശിയടി ഒറ്റയടി. വീശിയതടി. വണ്ടി പൊന്നെ തീർന്നാ എന്തിന് വന്നതാവോ? എന്തിന് വന്നതാവോ? വന്ന ഏറ്റവും ടോപ്പില് റൈറ്റ് സൈഡിൽ. വൈറ്റ് കാറില് അല്ല ഞാൻ ഇതിലൂടെ ഒക്കെ ചാടി കയറി ഒന്നായിരുന്നു. അത് രക്ഷപ്പെട്ട അപ്പുറത്ത് കയറി ചാടി പറഞ്ഞ് തിരിച്ചു വന്നു. ഉള്ള കാര്യം പറയാം. ആ സാധനം ഉള്ളപ്പോ എനിക്ക് കേറാൻ ഭയങ്കര ധൈര്യം. എവിടെ ടോപ്പിലൂടെ ഉണ്ട്. ക്ലാസ്സുള്ള കൊറേ ഇന്റേൺഷിപ്പിന് ഇന്റേൺഷിപ്പിന് പോയി. ആ നിനക്ക് ഇന്റേൺഷിപ്പ് ആയി ഉണ്ടാവുമല്ലോ. ഞാൻ പോകുന്നില്ല. നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഇന്റേൺഷിപ്പ് അല്ല. നിങ്ങൾക്ക് അത് ഇല്ലേ? ഇപ്പൊ ഞങ്ങൾക്കതില്ല. ഞങ്ങളോട് ചോദിച്ചു വേണോ വേണ്ടയോ. നിങ്ങളെ വെച്ചിൽ ആരും പോയില്ലല്ലോ. എടാ ഞങ്ങൾക്ക് ആ സമയം അത് പോയിരുന്നില്ല. ഓട്ടോ ട്രിപ്പല്ല, ഞങ്ങളെ വണ്ടി ഇത് കിട്ടൂല. കിട്ടൂല. നിങ്ങളൊന്നും ഒറ്റ ഡിപ്പാർട്ട്മെന്റ് പോയില്ലല്ലോ. ഇല്ലല്ലോ, ഒറ്റ ഡിപ്പാർട്ട്മെന്റ് പോയില്ല. എല്ലാവരോടും ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നടാ. ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തൊന്നും ചോദിച്ചോന്നുള്ള അറിയില്ല. സാലറി ഉണ്ടാവില്ലല്ലോ. സാലറി ഉണ്ടാവില്ല, പക്ഷെ ചിലവർക്കുണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതാട്ടോ നല്ലത്. എക്സാം എഴുതണ്ട, പക്ഷെ കോളേജ് ലൈഫ് പോവും. കോളേജ് ലൈഫ് അങ്ങോട്ട് പോയി പോകും. അവസാനത്തെ 6 മാസം ലൈഫ് അങ്ങോട്ട് പോയി പോകണം. എല്ലാം നല്ല ട്രെയിനിങ് പോയില്ല. വണ്ടിയാണ് ഇരുവാണെല്ലാം പോയിട്ടുണ്ടോ? അവിടെ ഒരു അടി അപ്പാർട്ട്മെന്റില്ല. കുറച്ച് 5 പോയിന്റ് ആരെയും തരുമോ? മാറി പിടിച്ചറിഞ്ഞു അതിന്റെ മുകളിൽ നിർത്തിയെന്ന്. ജലീസിന്റെ അടുത്തേക്ക് പോവാം. വീട്ടിന്നാ കുത്തിക്ക് വീട്ടിലാണ് കേറ്റിക്കോ. ഉൾക്കോടുണ്ടെങ്കിലോ അതിന്റെ ഏറ്റവും തൽക്കാലാട്ടോ ഫ്രണ്ടിലാ ഓടുന്നോണ്ട് തോന്നുന്നു. അടുത്ത ഭാഗത്തുനിന്ന് ഒരു ബഗ്ഗി
ബാക്കി അടിച്ച വിളി മോള് കുത്തി. എലി ചേർത്ത് ആ മുന്നിൽ ഡേഞ്ചർ ഉണ്ട്. ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ഒരുത്തനും കൂടി വന്നിട്ടുണ്ട്. അമീനെ അപ്പുറത്തെ അവിടെ സൈഡിൽ നോക്കണം. കാണല്ലേ? മുന്നിൽ ഡേഞ്ചർ ഉണ്ട്. ആ ബഗ്ഗിനടി. നൈസ്. എനിക്ക് മറ്റേ കിറ്റില്ല കേട്ടോ. അക്ക വണ്ടി ഉണ്ടാവും. പോ ഇഞ്ഞ വണ്ടി എടു. ഉണ്ട് ഒരു കിറ്റ് ഉണ്ട്. ഇഞ്ഞ വണ്ടി എടുത്ത് പോയിട്ടോ. ഞാൻ ബഗ്ഗി എടുത്തോളാം, നീ വണ്ടി എടുത്തോ. നീ വിട്ടോ. ആ നോക്ക് പൊന്തിരുന്നോടാ അനു. ഏതല്ല രണ്ട് അവിടെ വേറെ വണ്ടി. എടോ വെയിറ്റ്. അവനെ കൊല്ലണം. എന്റെ മോനെ ഓനെ വേറെ ആരും അടിച്ചിട്ട് ഞാൻ അടിച്ച കൂട്ടാ. ഞാൻ DBS എടുത്ത് ചാടി അടിക്കടാ. വണ്ടി കുത്തിയെന്ന്. വണ്ടി കുത്തിയിട്ട് ചാടി അടിക്കാതെ ചെന്നതാ. പക്ഷെ ചാടി സ്വല്പം ടൈമിങ് തെറ്റിപ്പോയി. സീറ്റ് മാറിയെങ്കിലും അടിച്ചാൽ മതിയായിരുന്നു. എന്ത് കാര്യം. അപ്പൊ നീ പോകുന്നില്ലടാ 6 മാസം ഇന്റേൺഷിപ്പ് ഞാൻ കോളേജിലെ ലാസ്റ്റ് മാസം. നമ്മക്ക് അത് മതി. എടാ ഞാനുള്ള കാര്യം പറയട്ടെ, ഏറ്റവും കൂടുതൽ 6ാമത്തെ മാസം 6th സെമസ്റ്ററിൽ ഏറ്റവും കൂടുതലുള്ള ഇന്റേണലാണ്. വലിയ പ്രശ്നമായിട്ടൊന്നുമില്ല. അത് വലിയ പ്രശ്നമൊന്നുമില്ല ജയിക്കാന്. പിന്നെയുള്ള കുറച്ച് തിയറി ഒമ്പതാളിൻ്റെ നേരിടണോ? കളി ജയിക്കോ? അതെ ഡിന്നർ അടിക്കാൻ എനിക്ക് എന്റെ മോള് കേറ്. കളിച്ച് അതെ ഒരു ഡിന്നർ കിട്ടുന്നത് പൂതിണ്ട്. രണ്ടു മണിയാകുമ്പോ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോട്ടോ. അപ്പൊ പോയിട്ട് ചാച്ച കുത്തിയിട്ട് 2:30 കയറിയാലും സൗകര്യമില്ല. അടിച്ചു കളിക്കാതെ വേണ്ട. അതാ പരട്ട ആൾക്കൊക്കെ ടൈമിങ് തെറ്റിപ്പോയി. ടൈമിങ് തെറ്റിപ്പോയി. നീട് ഇങ്ങോട്ട് വരൂലേ? വണ്ടി എടുത്ത് സ്വന്തമായിട്ടോ ലീഡറിയും ഇങ്ങോട്ട് പോകാനും പറ്റൂല. പുള്ളി വീട് വരുന്ന നല്ല നൈസ്. എല്ലായിടത്തിനും അറിയാനും അടിക്കാനും അറിയാം. ആ വന്നു എനിക്ക് ഓർമ്മയില്ല. ഒരു നീട് ട്രയാങ്കിൾ ഓർമ്മയില്ല. നമുക്ക് 4 ആൾക്ക് DBS എടുത്ത് ഇറങ്ങിയാലോ? ക്ലോസ് റേഞ്ച് കാര്യമുള്ളൂ. ഏതേ ഒരു ഘട്ടം എനിക്ക് ഓർമ്മ ഉണ്ടോ? നാളെ 2 ആളായിട്ട് അപ്പാർട്ട്മെന്റില് ഓനടിച്ചോ മറ്റൊരു ഫൈറ്റായിട്ട് തന്നെ ജില്ല. നമ്മള്
ലേശം പണിയാ. നമ്മള് വെറുതെ ആസ്റ്റണ്ണൊക്കെ പോയി പോകുന്നു. വിട്ടാലോ ഇതേപോലെ അതിന്റെ ഓരോരുത്തന്മാര് opposite ആണ്. സിംഗിൾ ഉണ്ട്. ഉം. ആ ഇതിന്റെ അകത്ത് റാങ്ക് ഹൈ 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 ഹൈറ് ഹൈറ് നല്ല വണ്ടിയാണത്. നല്ല വലിയുണ്ട്. അതെ അടിച്ചോ. ഓ എന്റെ സജു ഇത്രയും അൺലക്കിയാ. എപ്പോഴും ഇതെന്റെ അല്ല വിധി. ലെഫ്റ്റ് ഇറങ്ങുന്ന ലെഫ്റ്റ് ഇറങ്ങി ഇനി റൈറ്റ് മൊത്തം ഇറങ്ങിയിട്ട് കാറിന്റെ വെക്ക് പോ, ജീപ്പിന്റെ വെക്ക് പോ. എടി ഇറങ്ങി എന്റെ അടുത്തുണ്ട്. നല്ല കുശി. കുതിര അപ്പോ ഷോട്ട്. എത്ര ബസ് 14.